സ്വർണ്ണവില 81,000 കടന്നു. പുതിയ ഉയരം താണ്ടി ഗോൾഡ്. ഇന്ത്യയ്ക്ക് തിരിച്ചടി മറ്റൊന്നില്. ഇന്നത്തെ പവനുവില. കൊച്ചി, കേരളത്തിലെ സ്വർണ്ണവില ഇന്നും വർദ്ധിച്ചു. ഒരു പവന് സ്വർണ്ണത്തിന് ഇന്നലെ 80,000 കടന്ന പിന്നാലെ ഇന്ന് 81,000 കടന്നു. 3 വർഷത്തിനിടെ സ്വർണ്ണത്തിന് ഇരട്ടി വിലയായി. രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണവില നേരിയ ഏറ്റക്കുറച്ചിലുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം വിപണി അന്തരീക്ഷം വഷളാക്കാനാണ് സാധ്യത. അമേരിക്കയുടെ ഡോളർ ചാഞ്ചാടുകയാണ്. 98ലേക്ക് അടുത്ത ശേഷം വീണ്ടും താഴ്ന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം 88.16 എന്ന നിരക്കിലാണുള്ളത്. രാജ്യാന്തര വിപണിയില് ഔൺസ് സ്വർണ്ണത്തിന് $3,638 വില. ഇതിനേക്കാൾ കൂടിയ ശേഷം കുറയുകയായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന വൈരുദ്ധ്യ നീക്കങ്ങള് വിപണിയെ അനിശ്ചിതത്വത്തിലാക്കുന്നു. കേരളത്തില് ഇന്ന് ഒരു പവന് സ്വർണ്ണത്തിന് 81,040 രൂപയാണ് വില. 160 രൂപയാണ് വർദ്ധിച്ചത്. 22 കാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 10,130 രൂപയിലെത്തി. ഓണം ഉൾപ്പെടെയുള്ള ആഘോഷവേളയില് പോലും കേരളത്തിലെ ജ്വല്ലറി വിൽപ്പന സജീവമായില്ല. ദേശീയ വിപണിയിലും ആഘോഷ സീസണ് മികച്ചതായിരുന്നില്ല. 28% ഇടിവാണ് ആഭരണ വിപണിയില്. ഉയർന്ന സ്വർണ്ണവിലയാണ് ജ്വല്ലറി വിപണിയെ തളർത്തിയിരിക്കുന്നത്. അതേസമയം വില കൂടി വരുന്ന സാഹചര്യത്തിലെ ഡെയിലി വെയർ ആഭരണങ്ങൾക്ക് പലരും കുറഞ്ഞ കാരറ്റിലുള്ള സ്വർണം ആശ്രയിക്കുന്നുണ്ട്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 8,315 രൂപയിലെത്തി. മാസങ്ങൾക്ക് മുമ്പ് 22 കാരറ്റിന്റെ വിലയായിരുന്നു ഇത്. ഇന്ന് 14 കാരറ്റ് സ്വർണം ഗ്രാമിന് 6,475 രൂപയും 9 കാരറ്റ് സ്വർണം ഗ്രാമിന് 4,170 രൂപയുമാണ് വില. വെള്ളിയുടെ വില ഗ്രാമിന് 133 രൂപയിൽ തന്നെ തുടരുന്നു. ഇന്ത്യയെ ആശങ്കയിലാക്കുന്ന ക്രൂഡ് ഓയിൽ. ഇന്ത്യയുമായി വ്യാപാര ചർച്ച നടക്കുമെന്ന സൂചന ട്രംപ് നൽകിയത് വിപണിക്ക് പ്രതീക്ഷയാണ്. അതേസമയം ഇന്ത്യക്കെതിരായ ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനിൽ ട്രംപ് സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വാർത്തയും വന്നു. ഇതോടെ എന്താണ് ട്രംപിന്റെ ഭാവി പദ്ധതി എന്ന കാര്യം അവ്യക്തമാണ്. ട്രംപിന്റെ ചർച്ചാ വാഗ്ദാനത്തോട് ഇന്ത്യ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ഒരു പവന് ആഭരണം വാങ്ങുന്നവർക്ക് 88,000 രൂപ വരെ ചെലവ് പ്രതീക്ഷിക്കാം. പഴയ സ്വർണം വിൽക്കുന്നവർക്ക് വിപണി വിലയിൽ നിന്ന് നേരിയ കുറവ് വന്നേക്കാം. വില കുറഞ്ഞാലും മാത്രമേ ആഭരണ വിപണി സജീവമാകൂ. പല വ്യാപാരികളും കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നാണ് വിവരം. രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണത്തിന് ആവശ്യക്കാരേറിയെങ്കിലും ആഭരണത്തിന് ആവശ്യക്കാരില്ല. അതേസമയം ഇന്ന് വിപണിയിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി നൽകുന്ന ഒരു മാറ്റം കാണുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില അല്പം കയറി വരുന്നതാണ് ഇന്ത്യയ്ക്ക് വെല്ലുവിളി. ഇസ്രായേല് ഖത്തറിൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യ ആശങ്കയിലാണ്. ഇതാണ് ക്രൂഡ് വില കൂടാൻ കാരണം. ബ്രന്റ് ക്രൂഡ് ബാരലിന് $67 ഉയർന്നു. മറ്റു ക്രൂഡുകളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. ഖത്തർ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ക്രൂഡ് വിലയുടെ ഭാവി മാറ്റം.